എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് ആർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ മീനച്ചാറാണ്. വളരെ സിമ്പിൾ ആണ് ഈ ഒരു അച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ട്. അതുപോലെ ഒരുപാട് കാലത്തേക്ക് നമുക്ക് ഈ അച്ചാർ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുകയും ചെയ്യും. ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമാകുകയും ചെയ്യും. അപ്പൊ നോക്കാം എങ്ങനെയാണ് വളരെ സ്വാദേറിയ കേര മീൻ അച്ചാർ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് മീനച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 2 കിലോ അളവില് മീൻ എടുത്തിട്ടുണ്ട്. ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി ഇതിന്റെ വെള്ളം എല്ലാം ഊറ്റി വെച്ചിരിക്കുവാണ്. ഇനി നമുക്ക് ഈ മീനിലേക്ക് ഒരു മാരിനേഷൻ ഉണ്ട്. മാരിനേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവരുത് കേട്ടോ. ഇനി കുഴച്ചെടുക്കാനായിട്ട് അല്പം വലുതായിട്ടുള്ളൊരു പാത്രം എടുത്ത് വെക്കാം. ആദ്യമേ നമുക്ക് ഈ പാത്രത്തിലേക്ക് മീൻ ആവശ്യമായ ഉപ്പ് ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഉലുവപ്പൊടി 4 ടീസ്പൂൺ അളവില് മുളക് പൊടി. എരിവുള്ളതോ എരിവില്ലാത്തതോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ പൊടി കൂടെ ചേർക്കാം. കോൺഫ്ലോർ ചേർക്കുന്നത് മീൻ വറുത്തെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ പൊടിയാതെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ കൈകൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. പൊടികൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് മീൻ ചേർക്കാം. മീൻ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ കേരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കേരയാണ് അച്ചാർ ഉണ്ടാക്കാനായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതുപോലെ മീൻ ചേർത്ത് കുഴച്ചെടുക്കുമ്പോഴേക്കും പൊടികളെല്ലാം മീനിലേക്ക് പിടിച്ചു കിട്ടും. അതുപോലെ ഓവറായിട്ട് മസാലകൾ ചേർക്കരുത്. കാരണം നമ്മളിത് വറുത്തെടുക്കേണ്ടതാണ്. ആ വറുത്തെടുക്കുന്ന സമയത്ത് മസാലകൾ കരിഞ്ഞ് നമ്മുടെ അച്ചാറിന് കയ്പ് ടേസ്റ്റ് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മസാലകൾ ഒരുപാട് ചേർക്കാതെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ മീൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കാം. അതിനുശേഷം മീൻ വറുത്തെടുക്കാം. നമ്മൾ ഒരു തരി പോലും വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഞാൻ അല്പം വലിയ പീസുകളായിട്ടാണ് മീൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. തീരെ ചെറുതായിട്ടല്ല കേട്ടോ. ഇനി നമുക്ക് ഈ മീൻ കഷ്ണങ്ങള് ഒന്ന് മസാല പിടിച്ചു കിട്ടാനായിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മൂടി വെച്ചു കൊടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് അച്ചാറിന് ആവശ്യമായ മറ്റുള്ള ചേരുവകളൊക്കെ ഒന്നെടുത്ത് വെക്കാം. അങ്ങനെ മീൻ മസാല പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മസാല എല്ലാം നല്ലവണ്ണം തന്നെ മീനിൽ പിടിച്ചിരിക്കുന്ന ഒരു പാകത്തിലാണ് ആയി വന്നിട്ടുള്ളത്. ഈ ഉടൻ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ആദ്യമേ ചേർക്കാം. അങ്ങനെ കറിവേപ്പില മൂത്ത് വന്നാൽ പിന്നെ നമുക്ക് മസാല പുരട്ടിയിട്ടുള്ള ഓരോ മീനും എണ്ണയിലേക്ക് പൊരിക്കാനിട്ട് കൊടുക്കാം. അങ്ങനെ ആദ്യം മീൻ പൊരിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ ഭാഗം മുരിഞ്ഞു കഴിഞ്ഞാൽ പീസുകൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് കോൺഫ്ലോർ ചേർത്തിട്ടുള്ളത് കൊണ്ട് അടിയിലൊന്നും പിടിക്കാതെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ഒരു രീതിയിലാണ് മീനിലേക്ക് മസാല പുരട്ടേണ്ടത്. ഒരുപാട് മസാലകളൊന്നും ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇതിലേക്ക് ഇനി ഒരുപാട് മസാലകൾ ചേർക്കേണ്ടതുണ്ട്. അങ്ങനെ മീൻ മുഴുവനും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് വറുത്ത് മാറ്റാം. നമുക്ക് ഈ മീൻ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. കോരി മാറ്റുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്തിട്ട് വേണം കോരി മാറ്റാനായിട്ട്. എണ്ണയിൽ ഒരു തരി പോലും മസാലയൊന്നും ഇളകി ചേർന്നിട്ടില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്ത് തന്നെ നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ കോരി മാറ്റാം. ഇതുപോലെ തന്നെ അടുത്ത മീനും എണ്ണയിലേക്ക് വറുക്കാനിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ടാമത്തെ മീനും എണ്ണയിലേക്ക് വറുക്കാനിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും മുരിഞ്ഞു വരുമ്പോൾ നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് പോരാം. നമ്മുടെ മീൻ ഞാനിവിടെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കണം. ഇനി അച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഉരുളിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഉരുളി ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 200 ഗ്രാം വെളുത്തുള്ളിയും ഒരു 15 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അതുപോലെ ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം പൊടിയായി ഒന്ന് കട്ട് ചെയ്തുകൂടെ വെക്കണം. വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് മീനച്ചാറിന് നല്ല ഗ്രേവി കിട്ടുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തും ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഉരുളി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ ഉപയോഗിച്ച് അച്ചാർ തയ്യാറാക്കാം. പക്ഷെ ഒരുപാട് ദിവസമൊന്നും വെളിച്ചെണ്ണയിൽ അച്ചാർ സൂക്ഷിക്കാൻ പറ്റില്ല. കാരണം ഒരു കനച്ച ടേസ്റ്റ് കയറി വരും. അതുകൊണ്ട് നല്ലെണ്ണയിലാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നത്. ഞാനിവിടെ ഒരു 150 ഗ്രാം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ആവശ്യമായ പൊടികളൊന്നും എടുത്ത് വെക്കണം. ഇതിനായിട്ട് 4 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക്
പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. ഇത്രയും പൊടികളാണ് നമ്മുടെ അച്ചാറിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. 1 കിലോ മീന്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടിയുമാണ് കേട്ടോ വേണ്ടത്. നമ്മളിന്ന് 2 കിലോ കൂടുതൽ അളവിലുണ്ട് മീൻ, അതിനായിട്ടുള്ള പൊടികളാണ് എടുത്തിട്ടുള്ളത്. കടുകിപ്പോൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവില് പൊടിയായി കട്ട് ചെയ്ത ഇഞ്ചി ചേർക്കാം. 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കഷ്ണമായിരുന്നു. കടുകിപ്പോൾ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടിയായി കട്ട് ചെയ്ത ഇഞ്ചി ചേർക്കാം. ഇഞ്ചി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വറ്റൽ മുളകും 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കാം. നല്ലോണം ഇളക്കി വഴറ്റാം. ഇതൊക്കെ ഒന്ന് നല്ലവണ്ണം മുരിഞ്ഞ് കിട്ടണം. അതുവരെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒപ്പം ചേർത്ത് ചതച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇഞ്ചി പൊടിയായി കട്ട് ചെയ്ത് ചേർക്കുന്നേ ഉള്ളൂ. ഇതെല്ലാം നല്ലവണ്ണം മുരിഞ്ഞ് കിട്ടണം. അതിനായിട്ട് നമുക്ക് ഇളക്കി കൊടുത്ത് തന്നെ മുരിയിച്ചെടുക്കാം. നമ്മുടെ അച്ചാർ ഒരുപാട് കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നത് കൊണ്ടും നമ്മുടെ അച്ചാറിന് നല്ല ഗ്രേവി ആവശ്യമുള്ളത് കൊണ്ടും ഞാനിതിലേക്ക് 2 കപ്പ് വെള്ളത്തിൽ 1/4 കപ്പ് വിനാഗിരിയും 1/4 കപ്പ് നല്ലെണ്ണയും കല്ലുപ്പും ചേർത്ത് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഈ ഒരു വെള്ളം ചേർത്താൽ അച്ചാർ കേടായി പോവില്ല കേട്ടോ. ഒരുപാട് പേരെന്നോട് നിത്യവും വന്ന് ചോദിക്കുന്ന ഒരു സംശയമാണ്, വെള്ളം ചേർത്താൽ അച്ചാർ കേടായി പോകുമോ എന്ന്. പക്ഷെ ഒരു തരത്തിലും അച്ചാർ കേടായി പോവില്ല. ഇത് ചൂടാറിയതിന് ശേഷമായിരിക്കണം അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ നമ്മുടെ അച്ചാറിന് നല്ല ഗ്രേവിയാണ് കേട്ടോ കിട്ടുക. ഇപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇതേ ഒരു കളറിലേക്ക് ആയി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. കുറച്ച് വെച്ച് കൊടുത്തിട്ട് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർക്കാം. നിങ്ങൾ ആദ്യമായിട്ട് അച്ചാർ തയ്യാറാക്കുന്നവരാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാനായിട്ട്. ഈ പൊടികൾ ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഈ പൊടികൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. പൊടികളൊക്കെ ഇപ്പോൾ നല്ലപോലെ മൂപ്പായി വന്നിട്ടുണ്ട്. പൊടികൾ നല്ലോണം മൂപ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ വിദേശത്തേക്കൊക്കെ കൊണ്ടുപോകാനാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഡ്രൈ ആക്കി വേണം കേട്ടോ അച്ചാർ കൊണ്ടുപോകാനായിട്ട്. ഇത് നമുക്കിതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വിനാഗിരി ചേർക്കാം. ഒരു 50 ഗ്രാം വിനാഗിരിയാണ് ചേർക്കുന്നത്. നമ്മൾ കുറച്ച് വിനാഗിരി വെള്ളത്തിൽ ചേർത്ത് തിളപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവില് ഉലുവ, കടുക്, കായം എന്നിവ ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയാണ്. അച്ചാർ തയ്യാറാക്കുന്ന സമയത്തേ നമുക്കതിൻ്റെ ആ ഒരു ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആകാനും വേണ്ടിയിട്ട് 1 നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ എരിവും പുളിയും ഉപ്പൊക്കെ ഒന്ന് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പോൾ നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം നമ്മുടെ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അല്പം ലൂസായിട്ടാണ് ഉള്ളത്. കുറച്ച് കഴിയുമ്പോഴേക്കും നല്ലപോലെ അച്ചാറ് കുറുകിയ പാകത്തിലേക്ക് ആയി കിട്ടും. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇതിലേക്ക് ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ചൂടാറി വരുമ്പോൾ നമുക്കൊരു ചില്ല് ഉപ്പിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് അച്ചാർ ബിസിനസ്സൊക്കെ ചെയ്ത് പോരുന്ന കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് വലിയൊരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി, സ്നേഹമൊക്കെ അറിയിക്കുന്നു. നാളെയും നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.